എന്താ പേടിപ്പിക്കണ്ട പേടിപ്പിക്കണ്ട പേടിപ്പിക്കണ്ട. നമുക്ക് സാധനം പിടിക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാം, സാറാമായോ എന്നെ കുറച്ച് ബഹുമാനമൊക്കെ നിങ്ങൾക്ക് വേണം. അപ്പൊ നമുക്ക് സാധനം കളിക്കാം. ബാബു ആരടാ പിന്നെ മൂവി ആരാണ്? പിന്നെ സിനിമ പാട്ട് പാടിയാണ്. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കണം. ഇപ്പൊ മത്സരങ്ങളൊക്കെ ടി വിയിലൊക്കെ നടക്കുന്ന സമയമല്ലേ, അതൊക്കെ പഠിക്കണം, പാട്ട് പഠിക്കണം കേട്ടോ മക്കള്. അപ്പൊ ബാബു ഇതൊന്നും അത്ര ബേസിൽ പറയുന്ന ജനാർദ്ദന്റെ മകനാണ്. എന്താ പറയാത്? മാത്രമേ നീ വരുത്തുള്ളൂ. ആ കഞ്ഞിയോട് പറ ഇനി മേലെ കഞ്ഞി വെക്കാൻ ക്ലാസ്സിലേക്ക് വന്നേക്കരുന്നു കേട്ടോ. അടുത്ത രാധാകൃഷ്ണൻ രാധാമണി പോരെ. ശശികല 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 അങ്ങനോട്ട് പെട്ടെന്ന് നിനക്ക് പറഞ്ഞാ പോരെ. ശശികല ഉഷാപ്പി നായർ ഇന്നലെ അവൾ ക്ലാസ്സിൽ വന്നാണല്ലോ പ്രസവിച്ചു കിടക്കാൻ. അമ്മ പ്രസവിച്ചു കിടക്കുന്ന അവക്കെന്താ? പിന്നെ അവിടെ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ ആരുമില്ല, അതുകൊണ്ട് 2 ദിവസത്തെ ലീവ് കൂടെ കൊടുക്കണമെന്ന്. അത് ശരി. അതിന് മേലെ ഇങ്ങനെ ആവർത്തിയിരുന്നു പറഞ്ഞേക്കണം. വാസുക്കുട്ടി വേണ്ട 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 എന്റെ പൊന്നു മോനെ, നീ വിക്കി വരുന്ന നേരത്തെ 2 പീരീഡ് കഴിയും. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അത് ശരി. പാടവും തുടങ്ങി മണി അടിച്ച് ഒരുത്ത നേരത്തെ വലിഞ്ഞു വലിഞ്ഞ് കയറി വരുന്നുണ്ട്. വാ വാ കയറി വാ മക്കൾ കയറി വാ. ദൈവമേ ഇവൻ എവിടെ പോയി കിടക്കായിരുന്നു? എവിടെ പോയി കിടക്കായിരുന്നടാ? അമ്മ അമ്മ കുളിക്കാൻ കയറി. നിനക്കെന്താ ഇതെടുത്തോണ്ടെന്ന് എന്റെ ദൈവമേടാ, ബ്രാക്കറ്റിൽ ഇട്ടോണ്ട് വരാൻ പറഞ്ഞത് ബ്രാക്കറ്റ് ഇട്ടോണ്ട് വരാനാണ്. ഞാൻ ഇന്നലെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടോണ്ട് വരണമെന്നാ പറഞ്ഞത്. എന്താ ചെയ്യ അവനെയൊക്കെ? ഇന്നലെ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ച പഠിപ്പിച്ച പാഠഭാഗങ്ങൾ എഴുതിക്കൊണ്ട് വന്ന് തരാനാ പറഞ്ഞത്. ഇതൊന്നും ഇതാണ് സ്ലൈറ്റ്. ഇതാണ് സ്ലൈറ്റ്. ഇതെന്ത് പറ്റണം? ഇതിനകത്തിരുന്നേക്ക് അവിടെ പോയി. പിന്നെ ഇന്ന് രാവിലെ അച്ഛനും അമ്മയും കൂടെ വഴക്ക് കൂടി. അച്ഛനും അമ്മയും കൂടി വഴക്ക് കൂടി. അമ്മയുടെ അച്ഛന് തലക്കടിച്ചു. അച്ഛനെ സമ്മതിച്ച് തരണം. 18 തയ്യലുണ്ട്. 18 തയ്യല? തയ്യൽ മെഷീൻ എടുത്ത് തല വെക്കാൻ പാടില്ല. സമ്മതിച്ച് തരണം. എന്താണ് യൂണിഫോം? യൂണിഫോം യൂണിഫോം. ഇതിന്റെ ബട്ടൺസൊക്കെ എത്തിയതാ? കെട്ടി വെക്കാം. ആ കെട്ടി വെക്കും. ഇപ്പം വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടാ. മക്കളെ 21ാമത്തെ പാഠം എടുത്ത് വായിച്ച. വായിലുള്ള മുഴുവൻ അങ്ങോട്ട് തേച്ച് വെക്കാം. 21ാമത്തെ പാഠം വായിച്ചടാ. പുസ്തകം കൊണ്ടുവരുന്നത് കേട്ടാ. ഭയങ്കര മനപ്പാടം. അതിന്റെ തല കണ്ടാലേ അറിയാം. ശരി, മോൻ വായിക്കണ്ട. മോൻ വിക്കി വിക്കി വരുമ്പോ 2 പീരീഡ് കഴിയും കേട്ടോ. മോൻ അവിടെ ഇരുന്നു. ആ വായിക്കും വായിക്കും. അല്ലടാ, അവസാനം തൊട്ട് ആരെങ്കിലും പുസ്തകം വായിക്കോടാ. ആരും തൊട്ട് വായിക്കല. പാട 21 പാട 21 കൂട്ടി വരുമ്പോ പാട ഇപ്പൊ 63 ആയിട്ടാ. പാടം വായിക്കട. 21ാമത്തെ പാടം വായിക്കും. കാക്കട കൂടെ എവിടെയാണ്? ഇപ്പൊ കോഴിയോ? ഈ സമയം കൊണ്ട് കാക്ക കോഴിക്കൂട്ടിനകത്ത് കയറി ഇരിക്കല്ലേ? കേട്ടാ ബാക്കി വായിക്കും. കുഞ്ഞുണ്ടോ? കരഞ്ഞിടും. തരുമോ? മക്കളെ നെയ്യപ്പം കണ്ടിട്ടുണ്ടോ? അയ്യോ അത് പറഞ്ഞപ്പോ ഇതിന്റെയൊക്കെ വായി വെള്ളം ഊർന്നുണ്ടോ? നെയ്യപ്പം കണ്ടിട്ടുണ്ടോ? നെയ്യപ്പം എങ്ങനെ ഇരിക്കും? പറ. വെള്ളയപ്പം കണക്കിരിക്കും. എടാ അപ്പം വെള്ളയപ്പം എങ്ങനെ ഇരിക്കും? നെയ്യപ്പം എങ്ങനെ ഇരിക്കും? നെയ്യപ്പം കണ്ടിട്ടില്ലേ? ചിലത് ചുമന്ന് കഴിഞ്ഞ് മൊരിഞ്ഞിരിക്കും. എന്താ ചിലത്? ചുമന്ന് കഴിഞ്ഞ് മൊരിഞ്ഞിരിക്കും. ചുവന്ന് കഴിഞ്ഞിരിക്കല്ലേ? നെയ്യപ്പം കണ്ടിട്ടുണ്ടോ എന്ന് ബാക്കി വായിക്കണം. ഇല്ല നെയ്യപ്പം. അയ്യോ പറ്റിച്ചു.
അയ്യോ കാക്കേ, കാക്കേ ആര് പറ്റിച്ച്? കുഞ്ഞുങ്ങളെ ഞാൻ പറ്റിച്ചോന്നല്ല. പിന്നെ ഇന്ന് 7 ഇൻസ്പെക്ഷൻ വരുന്ന ദിവസം. ഞാൻ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ സാറ് വരുമ്പോ ഒന്ന് പഠിച്ച് വായിച്ച. ഞാൻ ഓട്ടോറിക്ഷ കാശ് കൊടുക്കാത്ത തള്ളി വിട്ടതാ. ഓ എന്തൊരു ബഹുമാനം, എന്തൊരു ബഹുമാനം. പിള്ളേരെല്ലാം പഠിത്തകാലത്ത് ബ്രില്യന്റ് ആണല്ലോ അല്ലയോ? അപ്പൊ ഞാൻ നിങ്ങളെ ചോദ്യം ചോദിക്കും, അതിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു കേട്ടോ. ആദ്യമായിട്ട് നിങ്ങളുടെ 4-ാം പത്തിലെ കുറെ കവിതകൾ ഞാൻ ചൊല്ലും, അത് കൃത്യമായിട്ട് എന്നെ പറഞ്ഞു കേൾപ്പിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ കവിത കേട്ടോളൂ. താഴത്ത് ഭാഗത്ത് വീണ് കിടക്കുന്ന വാഴപ്പഴം കൊണ്ട് മൂടിയ മഹീതരം. ഞാനോടാ കവിത, നീയല്ലോ. താഴത്ത് ഭാഗത്ത് വീണ് കിടക്കുന്ന വാഴപ്പഴം കൊണ്ട് മൂടിയ മഹീതരം. നീ ബാലപിക്കണ്ട, എന്റെ പൊന്നുമോൻ ആലോചിച്ച താഴത്ത് ഭാഗത്ത് വീണ് കിടക്കുന്ന വാഴപ്പഴം കൊണ്ട് മൂടിയ മഹീതരം. കുഞ്ഞ നീ സംസാരിക്കണ്ട, ചാത്തമഴ പെയ്യുന്ന അവിടെ ഉണ്ടായിരിക്കെ. എല്ലാരും കൂടെ ആലോചിക്കൂ. താഴത്ത് ഭാഗത്ത് അങ്ങനല്ല, താഴത്ത് ഭാഗത്ത് എന്റെ പൊന്നു സാറേ, ഇവരിങ്ങനെ പയങ്ങി തയക്കവും പയക്കവും വന്നുപോയതാ. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. കവിയുടെ ഗാനരസാമൃതലഹരിയിൽ ഒരു നവകനക കിരീടമിതണിയുമ്പോ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി.
യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ യദുകുല മധുരിമ തടുമിയ മുരളിയിലൊരു യുഗ സംഗമ ഗീതയുഗപ്പുമ്പോ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കൊമ്പിൾ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി രമേശ ഒരു ചായ. കതിർ മണ്ഡപത്തിൽ നവവധു പ്രസവിച്ചു. എന്റെ പൊന്നു ദൈവമേ, കാലം പോണ പോക്കേ. ഇക്കാലത്ത് വിശ്വസിച്ച് മനുഷ്യൻ എങ്ങനെ ഒരു കല്യാണം കഴിക്കും? ഭർത്താവിനെ വെട്ടിക്കൊന്നു. എന്റെ ഈശ്വര, ഈ കാലഘട്ടത്തിൽ എന്റെ കല്യാണം നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരൊറ്റ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. പാട്ടകള് സ്വന്തം ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്നു. എന്റെ ദൈവമേ, ഇനി എന്തെങ്കിലും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇതെന്താണ്? ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്നതിന് ശേഷം കത്തിച്ച് കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി കടലിൽ തള്ളി. ഈശ്വര, ഇനി ഏത് കാലത്ത് വിശ്വസിച്ചൊരു പെണ്ണെ ഞാൻ കെട്ടും? എനിക്കെങ്ങും അറിയാൻ പാടില്ല. ചായ കൃത്യസമയത്ത് ചായ കൊണ്ടുപോകാനില്ല. എന്താടാ? ഞാൻ പോവുകയാണ്. എവിടാ? ഞാൻ ഇവിടുത്തെ ഈ വീട്ടിലെ പണി നിർത്തി. പണി നിർത്തിയാ? എന്റെ പൊന്നു മുതലാളിക്ക് കണ്ടിച്ചോറില്ലേ? എത്ര നാളായിട്ട് ഞാൻ ഇവിടെ ഒറ്റക്കെടുത്ത് കഷ്ടപ്പെടുന്നത്. കുറ്റമടിക്കണം, വീട് നോക്കണം, മൊത്തം ഈ വീട്ടിലെ മൊത്തം പണി ഞാൻ ചെയ്യണം. എത്ര നാളായിട്ട് പറഞ്ഞൊരു വേലക്കാരനെ നിർത്തുന്നു. അപ്പൊ മുതലാളി വേലക്കാരനെ നിർത്തൂല. പോട്ടാ, മുതലാളിയോട് എത്ര നാളായിട്ട് പറഞ്ഞ ഒരു കല്യാണം കഴിക്കാൻ. മുതലാളി ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസം ആവൂലേ? മുതലാളിക്ക് ഒരു ആശ്വാസം, എനിക്ക് പണിക്കൊക്കെ ഒരു കൂട്ടാവൂലേ? എടാ, കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഈ പേപ്പറിലെ വാർത്തകളൊക്കെ കണ്ട എന്താണ്? സ്വന്തം ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്നിട്ട് കെട്ടി തൂക്കി. സ്വന്തം ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ചാക്കി കെട്ടി കടലിൽ തള്ളി. അത് കതിർ മണ്ഡപത്തിൽ പ്രസവിച്ചു. ഷോപ്പിംഗ് ഇറങ്ങിയ കാമുവിലൂടെ ഒളിച്ചോടി. മുതലാളി, അതൊക്കെ ചെറിയ ഒറ്റപ്പെട്ട സംഭവമല്ലേ? അങ്ങനെ മൊത്തം എല്ലാ പെണ്ണുങ്ങളെ മോശമായിട്ട് മുതലാളി പറയുന്നത്. എടാ, നമ്മുടെ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഏത് പെണ്ണും വിശ്വസിക്കാൻ പറ്റൂടാ. മുതലാളി, ഞാൻ ഒരു കാര്യം പറയട്ടെ. മുതലാളിക്ക് കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണെ കിട്ടിക്കഴിഞ്ഞാൽ മുതലാളി കല്യാണം കഴിക്കും. കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം അവളെ ഞാൻ കല്യാണം കഴിക്കില്ല. അപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ഒരു പെണ്ണെ കാണിച്ചു കഴിഞ്ഞാൽ മുതലാളി കല്യാണം കഴിക്കില്ല. അങ്ങനെ കാണിച്ചു തന്നിട്ട് കാര്യമില്ല. കുടുംബത്തിൽ പിറന്നവളാണെന്ന് എനിക്ക് മനസ്സിലാവണം. എന്റെ പൊന്നു മുതലാളി, കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാ? മുതലാളി, നമ്മളൊരു പെണ്ണിനെ കാണാൻ വേണ്ടി പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ പെണ്ണിനെ കണ്ടിട്ട് മുതലാളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് മുതലാളി ആ പെണ്ണിന്റെ അച്ഛനെ മാറ്റി നിർത്തി ചോദിക്കണം, എന്തെന്ന്? കല്യാണത്തിന് മുമ്പ് ഒരു മാസം പെണ്ണിന്റെ കൂടെ താമസിച്ചോട്ടെ എന്ന്. അങ്ങനെ ഒരു കുടുംബത്തിൽ കരുതി ഒരു പെണ്ണിന്റെ അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യമാണോ അത്? എന്റെ പൊന്നു മുതലാളി, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ കൂടെ താമസിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ കുടുംബത്തിൽ പറഞ്ഞതല്ല, ആ പെണ്ണ് തറവാട്ടിൽ പറഞ്ഞതല്ല, മോശം പെണ്ണാണ്.
അതല്ല, കുടുംബത്തിൽ താമസിക്കേണ്ട 1 മാസം മുമ്പ്, കല്യാണത്തിന് മുമ്പ് താമസിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല പെണ്ണാണ്. ആ പെണ്ണ് കിട്ടിയ കുഴപ്പമില്ല. അത് ശരിയാണ്. അപ്പൊ താമസിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട പെണ്ണ്, താമസിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെണ്ണ്. അത് നല്ല ഐഡിയ. അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്തായാലും നിന്റെ നല്ല ഇത്ര ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ മുതലാളി അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പെണ്ണ് കാണാൻ വേണ്ടി പോവാം. നാളെ തന്നെ നീ എവിടെയെങ്കിലും നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോവാം. എന്റെ പൊന്നു ദൈവമേ, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കണേ. മുതലാളി, ഇതാണ് ഞാൻ പറഞ്ഞ പെണ്ണിന്റെ വീട്. നല്ല അസല് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ്. ഉറപ്പാണല്ല? പിന്നെ എപ്പോ ഉറപ്പെന്ന് പറഞ്ഞാ പോരെ. പറഞ്ഞ പെണ്ണ് തന്നെയാണ്. ആണ് മുതലാളി. അല്ല രമേശ, എന്താണ് മുതലാളി? എനിക്കൊരു സംശയം. എന്ത് സംശയം? സത്യത്തില് നീയാണ് ആ പെണ്ണ് കാണാൻ വന്നേ, അതാ ഞാനാ? എന്തിനോട് സംശയിക്കണം? മുതലാളിക്കല്ലേ പെണ്ണ് കാണാൻ വേണ്ടി വന്നത്? അല്ല, നിന്റെ വേഷവും ഭാവമൊക്കെ കണ്ടപ്പോ നീയാ കാണാൻ വന്നതുകൊണ്ട് കാരണം അത് മുതലാളിയുടെ ഒരു വെയിറ്റിന് വേണ്ടി ഞാൻ ഞാനാ പെണ്ണ് കാണാൻ വന്നത്. കുടുംബത്തിൽ പറഞ്ഞ തന്നെയാണല്ലോ അല്ലേ? ആണെന്ന്. ഉറപ്പാണല്ല? വീട്ടുകാരെ വിളി. അവനല്ല ഞാനാ. ഞാൻ പുള്ളിയുടെ വേലക്കാരനാണ്. ഞാനിരിക്കല്ല നിന്നോളാം. അപ്പൊ പെണ്ണിനെ ഒന്ന് കണ്ടാ കൊള്ളാം. പേര് തന്നെ സുഭാഷിണി എന്നാ. നല്ല വേല. കുടുംബത്തിൽ പറഞ്ഞ സുഭാഷിണി. എന്താണ് മുതലാളി ഈ കിടന്ന് നോക്കണത്? അല്ല, ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കണമല്ല. ഞാനതാണ് ആലോചിക്കുന്നത്. അല്ല, പോകണ്ട, ഇവിടെ നിക്കട്ടെ. പെണ്ണിന്റെ പേര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മുതലാളിക്ക് പെണ്ണിന് ഇഷ്ടപ്പെട്ട കൊള്ളാട്ടാ. കുഴപ്പമില്ലല്ലേ? അപ്പൊ നമ്മുടെ മറ്റേ കാശ് കാര്യം ചോദിച്ചോട്ടെ. കല്യാണത്തിന് മുമ്പ് 1 മാസം താമസിക്കുന്ന കാര്യം ചോദിക്കി. എടാ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ കയ്യിൽ നിന്ന് അടി കിട്ടൂലേ? കുഴപ്പമില്ലെന്ന് തന്ന കുഴപ്പമൊന്നുമില്ല. ചോദിച്ചു. സ്ത്രീധനത്തിന്റെ കാര്യം കാര്യം ഞങ്ങൾ ചോദിക്കത്തില്ല, വേറെ കാര്യമാണ്. ധൈര്യമായിട്ട് ചോദിച്ചോന്നു. തല്ലു കിട്ടൂലല്ലോ. കുഴപ്പമില്ല, ഞാനല്ലേ ചോദിച്ചോട്ടെ. അതെ, എന്റെ മുതലാളിക്കുന്നില്ല പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട്. അപ്പൊ പെണ്ണിനോട് എന്റെ അപ്പനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. ചോദിച്ചു. പെണ്ണിങ്ങാട്ട് മാറി ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പ നമ്മള് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്കണ്ടല്ല, ഈ കല്യാണത്തിന് മുമ്പേ. അതെ അതെ കല്യാണത്തിന് മുമ്പേ അതെ മുമ്പ് അതെ ചോദിക്കേ. എന്റെ മുതലാളി എന്ന് പറഞ്ഞ 45 വയസ്സായിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണേ. അപ്പൊ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ചോദിക്കണേ. തുമ്മ തോന്നാണ് ചോദിക്കുന്നത്. കല്യാണത്തിന് മുമ്പേ ഒരു മാസമേ പിന്നെയും ചൂടാവും. ചോദിച്ചാലാ കല്യാണത്തിന് മുമ്പേ 1 മാസമേ പെണ്ണിന്റെ കല്യാണത്തിന് മുമ്പ് 1 മാസേ പെണ്ണിന്റെ കൂടെ താമസിച്ചാ കൊള്ളാന്നൊരാഗ്രഹമുണ്ട്. കല്യാണത്തിന് മുമ്പ് 1 മാസം മുമ്പ് നിനക്ക് ഇവിടെ താമസിക്കണല്ലേ? നിനക്ക് ഇവിടെ താമസിക്കണല്ലേ? അതൊക്കെ നേരത്തെ പറഞ്ഞാൽ പോലെ. പിന്നെ പോലെ നീ എന്നെ കിട്ടാൻ പോണല്ലേ? 1, 2, 3 മാസം താമസിച്ചോളാം നീ. ഇങ്ങോട്ട് വന്നേ. താമസിക്കാൻ വേണ്ടി പോയാണ്. അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ലത്. ഓ, താമസിക്കാന്ന് പറഞ്ഞല്ലേ? അപ്പൊ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ല. നമുക്കിത് വേണ്ട. വേണ്ട. കാര്യം ചെയ്യും. രമേശ, എന്താ മുതലാളി? ഇതും കൂടി കൂട്ടി 8ാമത്തെ വീടാ. എല്ലാ വീട്ടിലും താമസിച്ചോളാനാ പറഞ്ഞത്. എന്റെ പൊന്നു മുതലാളി, അത് നമുക്ക് ഈ വീട്ടിലുണ്ടല്ല, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും. ഇവിടെയെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ അല്ലെങ്കിൽ ഇന്നത്തെ കൊണ്ട് ഈ പരിപാടി ഞാൻ നിർത്തും. എന്റെ പൊന്നു മുതലാളി, എനിക്ക് 100% ഉറപ്പാണ് ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും. ഉറപ്പാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇനി പെണ്ണ് കാണൽ നിർത്തി. അപ്പൊ നമ്മൾ ഈ പെണ്ണിന്റെ അച്ഛൻ വരുമ്പോ നേരത്തെ പോലെ ചോദിക്കണം, താമസിച്ചോട്ടെ ചോദിക്കണം. എന്റെ പൊന്നു മുതലാളി, അത് ചോദിച്ചാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യും, മുതലാളി നിന്നോ, ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും. നമുക്ക് വീട്ടുകാരെ വിളിച്ചു ചോദിക്കാം. വീട്ടുകാരെ, ചേട്ടാ, മനസ്സിലായില്ല. ചേട്ടന്റെ മകളെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു ചെറുക്കനെ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ? അതാണ് ചെറുക്കൻ. മുതലാളിയാണ്. ഇത് കീഴാൻ നനക്കില്ല. എന്റെ മകളാ, മൂത്ത മകളാ. എന്താ
പെണ്ണിന്റെ പേര് മൃണാളിനി. എനിക്ക് വിളിക്കാലോ? അതെ. മക്കളെ മൃണാളിനി. ഒരു കളിയാണ്. ഇതെന്താണ് പെണ്ണുങ്ങളുടെ സംസ്ഥാന സമ്മേളനം? ഇത് ഏതാണ്? മക്കളാണ് ഇതൊക്കെ? ആണോ? നല്ല പരക്ഷൻ കമ്പനിയാണല്ലോ. ഒരു കാര്യം ചെയ്യാം. മൂത്ത് നിൽക്കുന്നവരെ വിളിക്കാം. അതെ അതെ, മൂത്ത് നിൽക്കണം. അല്ല, മൂത്തതിനെ വിളിക്കാം. അതെ അതെ, മോളെ മൃണാളിനി, മൂത്തത് ഒരെണ്ണം മാത്രമേ വരാം. ഒറ്റണം. വളി വിളി ദേവന്നി. ഓ മൂത്തത് തന്നെ. കുഴപ്പമില്ല, അവിടെ പോയി ഡീസന്റ് ആക്, ഡീസന്റ് ആക്. എന്താ പേര്? എത്ര വരെ പഠിച്ച്? 10. എന്നാ പിന്നെ 8ാം ക്ലാസ് കൊടുത്ത പോലെ നല്ല മാർക്കൊന്നുമില്ല. നിന്റെ ചുറ്റുപാട് നോക്കണ്ട, ചുറ്റുപാട് നോക്ക്, ചുറ്റുപാട് നോക്ക്. നോക്കിയേക്കാം. നോക്കിയേക്ക്, ചുറ്റുപാട് നോക്ക്. നല്ല ചുറ്റുപാട്, ചുറ്റുപാട് ചുറ്റുപാട് സ്ഥിരം നോക്കുന്നതാണ്. അതെ, പെണ്ണിന് ഹൗസിംഗ് ബോർഡിലെ ജോലിയല്ലേ? എന്താ നാള്? ഷേപ്പ് കണ്ടപ്പോഴേ മുതലാളിയുടെ നാള് ഉരുളിയല്ലേ? അല്ല, ഉരുളിയല്ല, പൂരം. ഞാൻ പറ്റും ഭരണി ഉരുളി. എന്തായാലും മറ്റേ കാര്യം അങ്ങോട്ട് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട കുടുംബത്തിൽ പറഞ്ഞുകൊണ്ടായിരിക്കും. ഉറപ്പാണല്ലോ. അല്ല, അതൊന്നുമല്ല. ഞങ്ങളെ സ്ഥിരം പോയിട്ടൊരു വീട്ടിൽ പോയിട്ടൊരു കാര്യം ചോദിക്കും. ഈ കുടുംബത്തിൽ അടി കിട്ടൂലല്ലോ. ചോദിക്കണം. അച്ഛാ, എന്താ മോനെ? കല്യാണത്തിന് മുമ്പ് ഒരു മാസം കുഴപ്പമില്ലട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ടാണ്. പോയി ചോദിക്കും. കല്യാണത്തിന് മുമ്പേ ഒരു മാസം കല്യാണത്തിന് മുമ്പേ ഒരു മാസം ഇവിടെ ഒരു കുഴപ്പമില്ലട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമുണ്ടാവില്ല. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് ചോദിക്കുന്നത്. ഒരു മാസം ഇവിടെ പെണ്ണിന്റെ കൂടെ. ഞാൻ പറഞ്ഞില്ലേ ഈ വർഷം എന്റെ മുതലാളി പെണ്ണ് കെട്ട് വന്നു. ഒരു മാസം പെണ്ണിന്റെ കൂടെ ഇവിടെ ഞാൻ താമസിച്ചോട്ടെ. കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ കൂടെ ഞാൻ ഈ വീട്ടിൽ ഒരു മാസം കുടുംബത്തിൽ പിറന്ന ഐശ്വര്യമുള്ള ധനവാളിത്തോളം ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ നിനക്കൊക്കെ ആരാ ചെയ്യുന്നത്? അതെ, ചൂടാകരുത്, ബഹളം ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് നോക്കിക്കേ. അതെ, ഞങ്ങളെ ഒരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിനെ അന്വേഷിച്ച് നടന്നതാണ്. ഒരു മാസമല്ല, ഒരു നിമിഷം ഇവിടെ താമസിക്കാനൊക്കെ. അതെ, ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താണ്. അതെ. മുതലാളി, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് തന്നെ. ഉറപ്പാണ്. ബഹളം ഉണ്ടാക്കിയത് കണ്ടില്ലേ? ഒരു മാസം താമസിക്കട്ടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇവളാടാ കുടുംബത്തിൽ പറഞ്ഞവള്. ഫിക്സ് ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ ഉറപ്പിച്ച് ഫിക്സ് ചെയ്യട്ടെ. ഉറപ്പിക്കാം. അതെ, ഒരു മാസമല്ല, ഒരാഴ്ചന്റെ ഒരു നിമിഷം പോലും ഞാൻ കഴിയണ്ട. പക്ഷേ ചേട്ടന്റെ മകളും എന്റെ മുതലാളിയുമായിട്ട് കല്യാണം ഞങ്ങൾ സമ്മതിച്ച്. എന്റെ പൊന്നു മക്കളെ, ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നൊന്ന് പരീക്ഷിക്കായിരിക്കും. തകർന്നു പോയി. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഈ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. പിന്നീടല്ല, ഇപ്പൊ തന്നെ എന്റെ മകളെ കെട്ടിക്കോ. അങ്ങനെ അവസാനം കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെ തന്നെ എനിക്ക് കിട്ടി. ഇന്നെന്റെ ആദ്യരാത്രി ഞാൻ അടിച്ചു. പെണ്ണെ എന്നാ പിടി. പാലാടാ. ഇതെന്താ പാലിനൊരു ഭാഗമാണോ? പാലില്ല, കഞ്ഞിവെള്ളവാ. പാലിനൊക്കെ ഇപ്പൊ കാലത്ത് ഭയങ്കര വിലയാണല്ലോ അല്ലേ? കഞ്ഞിവെള്ളമൊക്കെ കഞ്ഞിവെള്ളം. പെണ്ണെ, എന്തോ നിന്നെ കാണാൻ എന്ത് രസാന്നറിയോ? എന്തെങ്കിലും പൂർത്തോ അത്? ആ രമേശൻകാരനാ നിന്നെ കെട്ടാൻ പറ്റിയത്. ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. ആണല്ലേ? ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ആദ്യം ശ്രദ്ധിച്ച എന്താന്നറിയാമോ? എന്ത് വെച്ചോ? നിന്റെ പല്ല. അത്രയ്ക്ക് ഭംഗിയാണോ എന്റെ പല്ലിന്? എന്ത് രസാന്നറിയോ നിന്റെ പല്ല് കാണാൻ? കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ട് പോണ പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ? എന്താ? ചേട്ടന്റെ ഈ സുന്ദരമായ മൂക്കുകളാ. എന്തൊരു ഭംഗിയാ. ഉണ്ണിയപ്പത്തിന് തുളയിട്ടത് പോലെ. നമ്മൾ ഹണിമൂണിന് എവിടാ പോകുന്നത്? മോളെ, നിന്നെ കൊണ്ട് ഹണിമൂണിന് ഞാൻ ഊട്ടിക്ക് പോകും. ഊട്ടിക്ക് പോവോ? ചേട്ടൻ ചേട്ടോ, അങ്ങോട്ട് 25ാം വാർഷികത്തിന് എന്നെ എവിടെയാ കൊണ്ടുപോകുന്നത്? 25ാം വാർഷികത്തിന് നിന്നെ ഊട്ടി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും.
അതിന്റെ ഒരു പെണ്ണെ എന്തായാലും കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണെ കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പക്ഷെ നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. അങ്ങനെ പറയാതോ. അങ്ങനെ പറയാതിരിക്കണ എങ്ങനെയാണ്? ഞാൻ പെണ്ണ് കാണാൻ വന്ന പെണ്ണല്ല. നിന്റെ അച്ഛനോട് ചോദിച്ച് അച്ഛാ കല്യാണത്തിന് മുമ്പ് ഒരു മാസം ഞാൻ ഇവിടെ പെണ്ണിന്റെ കൂടെ താമസിച്ചോട്ടെന്ന് ചോദിച്ചപ്പോഴേ നിന്റെ അച്ഛനും ചേട്ടന്മാരും അമ്മമാരും എല്ലാരും എന്നോട് ചൂടായി. നീ അവിടെ നിൽക്കണ്ടായില്ലേ, ഒരക്ഷരം നീ മിണ്ടില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി നീ കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന്. അയ്യടാ, കുടുംബത്തിൽ പിറന്ന പെണ്ണായിട്ടൊന്നുമില്ല. ഇതുപോലെ ഒരുപാട് പേര് കല്യാണത്തിന് മുമ്പ് എന്റെ കൂടെ ഒരു മാസം താമസിച്ച് എന്നെ പറ്റിച്ചിട്ടുണ്ട് ചേട്ടാ. ഒന്ന് ചിച്ചി അടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലും മിന്നാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റി അടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, മിന്നലെരിഞ്ഞാട്ടെ. മകരം മഞ്ഞാകയായി പൊതിയും പൂമ്പാറ്റെ, കനവിൻ കണ്ണാടിയിൽ തെളിയും മാർത്തിങ്കളെ, മുത്തുമായി മുത്തം വയ്ക്കും നക്ഷത്രമല്ലേ ഞാൻ. ഭീഗി 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 love you baby. ഭീഗി 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 love you baby. ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചുറ്റി അടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലും മിന്നാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റി അടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, മിന്നലെരിഞ്ഞാട്ടെ. Enjoy. ഏപ്രിലിലെ പോയെ നിന്നയിൽ ഞാൻ തോപ്പൽ തുമ്പാത്ത മുട്ടല്ലേ പച്ചാൽ മുടല്ലേ, ചിന്തമര ചുണ്ടിൽ ചുണ്ടാൽ ചായം തേക്കില്ലേ. ഒന്നും മിണ്ടാതെ ആരും കാണാതിരത്താടും ബിഗി 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 love you baby. Why biggy 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 love you baby. ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചിറ്റി അടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലും മിന്നാട്ടെ. ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചുറ്റി അടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, മിന്നലെരിഞ്ഞാട്ടെ. നിന്നെ കണ്ടപ്പോഴേ കണ്ണിൽ മിന്നി നീല ചെന്തി നാണം, പൊന്നെ പൊന്നാരെ പരും കിട്ടാം കൊട്ടാരം, നീലാവിലെ മഞ്ഞൻ മറ്റിൽ മാർബിൾ കൊട്ടാരം. Biggie, 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 biggie. Love you baby. Hi, biggie, 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 biggie. Love you baby.
ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടമിന്നലും മിന്നാട്ടെ ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടിമിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞാകയായി പൊതിയും പൂമ്പാറ്റേ കണ്ണപിൻ കണ്ണാടിയിൽ തെളിയും വാർത്തകളെ മുത്തുമായി മുത്തം വയ്ക്കും നക്ഷത്രമല്ലേ ഞാൻ ഭീഗി 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 love you baby ഭീഗി 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 love you baby thank you മലയാള സിനിമയിലാ മണിമുത്തുകൾ പലരുണ്ട് കൊണ്ടുപോകാം നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ മലയാള സിനിമയിലായി മണിമുത്തുകൾ പലരുണ്ട് പോകാം നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ മലയാള സിനിമയിലായി മുത്തുകൾ പലരുണ്ട് കൊണ്ടുപോകാം നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ വൈക്കത്തിൻ മമ്മൂട്ടിയും പൂജപ്പുര മോഹൻലാലും വൈക്കത്തിൻ മമ്മൂട്ടിയും പൂജപ്പുര മോഹൻലാലും കൊല്ലത്തു നിന്നു പിന്നെ മുകേഷുമുണ്ടേ സായി കുമാറും കൊല്ലം തുളസി മലയാള സിനിമയിലാ മുത്തുകൾ പലരുണ്ട് കൊണ്ടുപോകാം നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ ആലപ്പുഴക്കാരൻ കുഞ്ചാക്കോ ബോബൻ അമ്പലപ്പുഴയിലെ ഭരത് മേനോനും ആലുവക്കാരനായ ദിലീപുമുണ്ടേ ഹരിപ്പാട് അശോകനും കൊട്ടാരക്കര മുരളിയും ഗണേഷുമുണ്ടേ രാജൻ ബീദേവ് ചേർത്തലയിൽ മലയാള സിനിമയിലായി മുത്തുകൾ പലരുണ്ട് കൊണ്ടുപോകാം നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ കോട്ടയംകാരനായ മനോജ് കെ ജയൻ ഇരിങ്ങാലക്കുടയിലെ ഇന്നസെന്റും തിലകനും ഷമ്മി തിലകനും മുണ്ടക്കയത്ത് ജഗതി ശ്രീകുമാറും പറവൂരിൻ അഭിമാനം സലിം കുമാറും ചാലക്കുടിയിൽ നിന്നും മണിയുണ്ട് മലയാള സിനിമയിലായി മുത്തുകൾ പലരുണ്ട് കൊണ്ടുപോകാം നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ മലയാള സിനിമയിലായി മുത്തുകൾ പലരുണ്ട് കൊണ്ടുപോകാം നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ.
കുറേ നാളുകൾക്ക് ശേഷം മലയാളം സിനിമാ സംഗീതത്തിൽ ഒരു മൈലാഞ്ചി പാട്ട് വരുന്നത്. പെരുമഴക്കാലം ചിത്രത്തിൽ ഞാനും അഫ്സലിക്കയും കൂടി ചേർന്ന് ആലപിച്ച മെഹർബ എന്നുള്ള ഗാനം. അടിച്ചു പൊളിക്കാം നമുക്ക്. കിലങ്ങണോരലക്കത്തിട്ട് മിനുക്ക സവണി തട്ടമിട്ട് മുന്തിരി ചുണ്ടിൽ പുഞ്ചിരിയിട്ട് വാടി മെഹർബ ഒന്ന് വാടി മെഹർബ. മെഹർബ മെഹർബ ഹേ പുതുക്ക പെണ്ണേ മെഹർബ 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 പുതുക്ക പെണ്ണേ മെഹർബ. പത്ത് കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബ. നിന്നെ പകിട്ടിൽ കണ്ണ് വെക്കണ പുതുമണവാളൻ മെഹർബ മെഹർബ കൊള്ളിപ്പെണ്ണേ മെഹർബ. കഞ്ചകപ്പൂൻ ചെണ്ടിനൊത്തൊരു മുറ്റേ മെഹർബ. നാളെ ഇരസപ്പൂങ്കാവനത്തിൽ മധുവിധുവല്ലേ ഹേ റസിയ ഹേ റസിയ ഹേ റസിയ. മെഹർബ മെഹർബ പുതുക്ക പെണ്ണേ മെഹർബ. പത്ത് കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബ. നിന്റെ പകിട്ടിൽ കണ്ണ് വെക്കണ പുതുമണവാളൻ. തന്തരിടെ 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 ദാന തന്തരിടെ ദാന തന്തരിടെ തന്തരിടെ ദാന തന്തരിടെ ദാന തന്തരിടെ ദാന തന്തരിടെ തന്തരിടെ ദാന. മാണിക്കക്കല്ലേ മൊഞ്ചത്തിപ്പൂവേ ചെമ്പകമല്ലിക വാസന റാണി കാൺമുടി വണ്ടിറ പുരകം ചൂടാൻ മർഹബ. മാണിക്കക്കല്ലേ മൊഞ്ചത്തിപ്പൂവേ ചെമ്പകമല്ലിക വാസന റാണി കാൺമുടി വണ്ടിറ പുരകം ചൂടാൻ മർഹബ. നീ കിലുകിലുങ്ങണ വളയണിയണി തേങ്ങലങ്കാരി. നീ കുണുകുണുങ്ങണി താളത്തട്ടണി പവിഴ ചിങ്കാരി. ഓ ഹേ റസിയ ഹേ റസിയ. മെഹർബ മെഹർബ പുതുക്ക പെണ്ണേ മെഹർബ. പത്ത് കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബ. നിന്റെ പകിട്ടിൽ കണ്ണ് വെക്കണ പുതുമണവാളൻ. തനതന 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 ദും 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 തനതന 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 ദും ദും ദും. പ്രേമചിത്തിരം കൊത്തിയ മുത്ത് ചക്കരത്തുണ്ട് ചുണ്ടരി പെണ്ണ് പഞ്ചാരക്കുന്നിലെ പച്ചക്കരിമ്പ്. നീ പച്ചക്കരിമ്പ് മധുര പച്ചക്കരിമ്പ്. പ്രേമചിത്തിരം കൊത്തിയ മുത്ത് ചക്കരത്തുണ്ട് ചുണ്ടരി പെണ്ണ് പഞ്ചാരക്കുന്നിലെ പച്ചക്കരിമ്പ്. നീ പച്ചക്കരിമ്പ് മധുര പച്ചക്കരിമ്പ്. ഇന്ന് പുഞ്ചിരി കഞ്ചണ പുന്നാര കുട്ടിക്ക് കല്യാണ രാവാണ്. നാളെ സത്തായമാരനും ഒത്തുരസിക്കണ ഒരു ഉല്ലാസ നാടാണ്. ഓ മെഹർബ മെഹർബ പുതുക്ക പെണ്ണേ മെഹർബ. പത്ത് കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബ.
അടങ്ങ്. പ്രിയമുള്ള പട്ടണിക്കാട് പഞ്ചായത്ത് നിവാസികളെ, അഖില കേരള തരത്തിലുള്ള പോലീസ് കലാമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നടക്കാനുള്ള എന്താണെന്ന് അറിയണ്ടേ? ഇവിടുത്തെ പോലീസ് കലാമേളയിൽ വിജയിച്ചവർക്കുള്ള അനുമോദന ചടങ്ങാണ്. അതിനായി ഇവിടെ ആദ്യമായി എത്താനുള്ളത് നമ്മുടെ പോലീസ് കലാമേളയുടെ സംസ്ഥാന പ്രസിഡന്റായ കോഞ്ഞാണ്ടൻ സാർ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ പൊന്നുസാറെ ശ്വാസം പിടി, കിഡ്നി പറ്റിപ്പോകും. ഇല്ല, സമയമായില്ല. സമയമാകുമ്പോ ഞാൻ പൊട്ടി നിർത്താം കേട്ടോ. സാർ ഒരുപാട് നേരം സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. സാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണ് നമ്മളെ നിൽക്കുന്നത്. നമുക്കും അറിയാം. നമ്മുടെ DSP പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു പ്രത്യേക കാര്യം ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. നമ്മുടെ DSP ആള് മഹാചൂടനാണ്. പോലീസ് കലാമേളയായി പോലും 9 മണി വരെയാണ് പുള്ളി മൈക്ക് സാക്ഷ്യം തന്നിരിക്കുന്നത്. 9 മണി കഴിഞ്ഞ് ഇവിടെ മൈക്ക് വെച്ചാൽ ആപ്പാടെ പ്രശ്നമാണ്. അതുകൊണ്ട് ചടങ്ങുകൾ അധികം തീർപ്പിക്കുന്നില്ല. ഇനി ഇവിടെ എത്താനുള്ളത് പോലീസ് കലാമേളയിൽ കവിതാപാരായണത്തിൽ 1ാം സ്ഥാനം ലഭിച്ച നമ്മുടെ നാടിന്റെ കള്ളന്മാർക്കും കുള്ളന്മാർക്കും പിള്ളമാർക്കും തള്ളമാർക്കും പേടി സ്വപ്നമായ നമ്മുടെ നാട്ടിലെ പുൽച്ചെടികൾക്ക് പോലും പേടി സ്വപ്നമായ സർക്കിൾ ഇൻസ്പെക്ടർ പോപ്പിക്കുട്ടൻ സാർ. പോപ്പിക്കുട്ടൻ സാർ കീ, പോപ്പിക്കുട്ടൻ സാർ കീ. സാറേ, സൈക്കിൾ ചാട്ടി അവിടെ വിടുവാ. Left hand, right hand, left hand, right hand, and left hand, and right hand, and പോലീസുകാരായിട്ട് ഡാൻസ് കളിപ്പിക്കുന്നതാണ്. അല്ല സാറേ, വിശ്രമിക്കാൻ ഒരു സംശയിച്ചിട്ടേ സാർ എല്ലാ ഫംഗ്ഷനും സാർ വളരെ നേരത്തെ വേദിയിലെത്താറുണ്ട്. നമ്മുടെ പോലീസ് കലാമേളയായിട്ട് സാർ താമസിച്ചത് എന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഒരു ശവം പൊങ്ങി. ഞാൻ ഒരു മുഴക്കോലും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ശവം അടുപ്പിക്കാനല്ല, കുട്ടി വേറെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. പോലീസാണോ? സംസ്ഥാന പ്രസിഡന്റ് പോന്നാണ്ട് സാറ്. പ്രിയമുള്ളവരെ, ചടങ്ങുകൾ അതിന് തീർപ്പിക്കുന്നില്ല. നമ്മുടെ DSP നമുക്ക് മൈക്ക് സാക്ഷ്യം തന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഇവിടെ നടക്കാനുള്ളത് നിർത്താതെ 30 മണിക്കൂർ സംസാരിച്ച് വേറെടുക്കാനുണ്ട് നമ്മുടെ പോലീസ് കലാമേളയുടെ സംസ്ഥാന പ്രസിഡന്റായ കോഞ്ഞാണ്ട സാറാണ്. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേദിയിലേക്ക് ക്ഷണിച്ചു. അതിനു മുമ്പ് ഞാൻ പറയുകയാണ്, DSP മൈക്ക് സാക്ഷ്യം തന്നിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. ഇനി ഇവിടെ എത്താനുള്ളത് നാടോടി നൃത്തത്തിൽ 1ാം സമ്മാനം ലഭിച്ച നമ്മുടെ പോലീസ് കലാമാണ് ഏക വനിതാ പോലീസ് ഇരട്ടമറ്റ തങ്കമണിയാണ്. ഇരാറ്റുമറ്റ തങ്കമണിയാണ്. തങ്കമണി ചേച്ചി വീട്ടിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. തങ്കമണി ചേച്ചിക്ക്, തങ്കമണി ചേച്ചിക്ക്. തങ്കമണിയെ, തങ്കമണിയെ, എന്താ നീ വരാൻ താമസിച്ചെന്താ? സമയത്തിന് കിട്ടിയതുകൊണ്ട് അവിടെ പോയിരുന്നോളൂ. പതുക്കെ പതുക്കെ പതുക്കെ. പ്രിയമുള്ളവരെ, ചടങ്ങുകൾ അധികം തീർപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, DSP ആൾ ചൂടാണ്, മൈക്ക് സാക്ഷ്യം ഇല്ലെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി ഇവിടെ നടക്കാനുള്ളത് ഇവിടുത്തെ പോലീസ് കലാമേളയിൽ കവിതാപാരായണത്തിന് 1ാം സമ്മാനം കിട്ടിയ നമ്മുടെ പോപ്പിക്കുട്ടൻ സാറിന്റെ കവിതയാണ്. സാറേ, സാറേ, സാറിന്റെ കവിത ആലപിച്ചിട്ട് പോയിക്കോ. കവിത കവിത സ്ഥലം കിട്ടിയില്ലയോ? കവിത, അടിപൊളി കവിത. പ്രിയമുള്ളവരെ, എന്റെ കവിതയാണ്. ഒത്തിരി വായിച്ചിട്ടുണ്ട്. ആണല്ലേ? ക്രൈം മാസികയിൽ. അത് എന്റെ 1ാം സമ്മാനം കിട്ടിയ കവിതയുടെ ചെറിയ ചെറിയ ശകലങ്ങൾ. ശകലമൊന്നല്ല, വരികൾ. ആണല്ലേ? ശകലങ്ങൾ. എന്റെ കവിതയുടെ പേര്, ഞാൻ എന്റെ 35ാമത്തെ വയസ്സിൽ ഞാൻ SI ആയിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ച് പെട്ടെന്നുണ്ടാക്കിയ ഒരു കവിതയാണ്. എന്റെ കവിതയുടെ പേര് ലോക്കപ്പിലേക്ക്. എന്റെ കവിതയുടെ പേര് ലോക്കപ്പിലേക്ക്. അന്നു നീ സൈക്കിളിൽ ലോഡ് കയറിപ്പോയപ്പോൾ ഞാൻ പുറകിൽ നിന്ന് വിളിച്ചപ്പോൾ നീ വിളിക്കാതെ പോയത് നിനക്കോർമ്മയില്ലേ? പരാസ്കളെ കേരടാ ലോക്കപ്പിൽ ലോക്കപ്പിൽ, പരാസ്കളെ കേരടാ ലോക്കപ്പിൽ. അവിടെ
അതിനു മുമ്പ് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നിർത്താതെ 30 മണിക്കൂർ സംസാരിച്ച് വേൾഡ് റെക്കോർഡ് നമ്മുടെ പ്രസിഡന്റ് കോഞ്ഞാണ്ട സാറിന്റെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. അതിനു മുമ്പ് ഇനി ഇവിടെ നടക്കാനുള്ള എന്താണെന്ന് അറിയണ്ടേ? നമ്മളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന നമ്മുടെ തങ്കമണി പോലീസിന്റെ ഡാൻസ് ആണ്. ആ നൃത്തം അവതരിപ്പിക്കുന്നതിന് വേണ്ടി തങ്കമണി മാറത്തെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. നമസ്കാരം. സത്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ കവിത കേട്ടപ്പോ എന്റെ ഹൃദയം പൊട്ടിപ്പോയി. എന്തുമാത്രം അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തിയാണെന്ന് അറിയോ? എത്ര വർഷത്തെ പരിചയ സാർ? 16. 16 സമയത്തെ ഞങ്ങൾ തമ്മിൽ പരിചയക്കാരാ. എന്തായാലും ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വാഴാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. വാഴാനോ? അയ്യോ വാഴാൻ അങ്ങനെ. പിന്നെ മൈൻഡ് സെക്ഷൻ 9 മണി വരെ ഉള്ളൂ. DSP ചൂടാ. DSP മഹാ ചൂടെന്നറിയാലോ. അതുകൊണ്ട് കൃത്യസമയത്തിന് മുമ്പ് എന്റെ നൃത്തം നിർത്തി തരണം. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ദോഷമാണ്. ഓക്കെ, അപ്പൊ തുടങ്ങട്ടെ. തുടങ്ങിയേക്കാം. ഓടിക്കോ, തങ്കമണി. DSP വരുന്നു. നിന്റെ തൊപ്പി എനിക്ക് പേടിയാ. നിന്റെ തൊപ്പി മോദി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ 9 മണിക്ക് മൈക്ക് ഓഫ് ചെയ്യണമെന്ന്. സാറ് പറ. സാറ് പറഞ്ഞാ മതി. സാറേ ക്ഷമിക്കണം സാറേ, 9 മണിക്ക് മൈക്ക് ഓഫ് ചെയ്യണം ഞങ്ങൾക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. അറിയാതെ ഞങ്ങൾ നിയമം കയ്യിലെടുത്തു പോയി. 10 മണിയായിപ്പോയി. ഇനി ഞങ്ങളിത് ആവർത്തിക്കത്തില്ല. അറിയാതെ പറ്റിപ്പോയി അബദ്ധമാണ് സാറേ. ക്ഷമിക്കണം, ജോലി കളയല്ലേ സാറേ. ഇതൊക്കെ എവിടെയായിരുന്നടി? തല്ലികുത്തിലെ പാട്ട് കേട്ടപ്പോഴേ തോന്നുന്നില്ല. നീ ഒറ്റയ്ക്ക് കളിക്കണ്ട, നമുക്ക് ഒരുമിച്ച് കളിക്കാം. റെഡി 1, റെഡി 2, റെഡി 1, 2, 3, 4. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഒന്നൊന്നും മിണ്ടിയിടാതെ കാതോരം തന്നിടാതെ എങ്ങെങ്ങോ മായുന്നതാരോ. പേരില്ലേ നാളില്ലേ, എന്താണെന്നേ ഏതാണെന്നേ, എന്തെന്നോ ഏതെന്നോ മിണ്ടാനൊന്നും നിന്നേയില്ലെന്നോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. തെയ്യത്തും ദൂരെയില്ലേ, ദൂരത്തോ മേയുന്നില്ലേ, മേയുമ്പോഴെല്ലാം മുള്ളും നാടോടിയല്ലേ. നാടോടി പാട്ടും പാടി ഊഞ്ഞാലും നാടുന്നില്ലേ, ആടുമ്പോൾ കൂടെ ആടാൻ പെണ്ണേ നീയില്ലേ. കള്ളിപ്പെണ്ണില്ലേ കള്ളക്കണ്ണിന്തോ മിന്നിച്ചിമുല്ലേ. മുറ്റത്തെ മുല്ലേ ചൊല്ല്,
കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ മുറ്റത്തെ മുല്ലേ ചൊല്ലേ മഞ്ഞത്തോ ചൂടും തേടി തീരത്തായി ഓടുന്നില്ലേ തീരത്തെ ചേമ്പിൽ മെല്ലെ ആറാടുന്നില്ലേ ആറാട്ടു തീരും നേരം മൂവാണ്ടൻ മാവിൻ കൊമ്പിൽ ചോദിക്കാതെന്നും താനേ ചായുന്നോരല്ലേ കണ്ടിട്ടുണ്ടല്ലേ മായക്കാറ്റല്ലേ കൊഞ്ചിക്കുന്നില്ലേ മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ ഒന്നൊന്നും മിണ്ടിടാതെ ആദൂരം തന്നിടാതെ എങ്ങെങ്ങോ മായുന്നതാരോ പേരില്ലേ നാളില്ലേ എന്താണെന്നേ ഏതാണെന്നേ എന്തെന്നോ ഏതെന്നോ മിണ്ടാനൊന്നും നിന്നേയില്ലെന്നോ മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ മുറ്റത്തെ മുല്ലേ ചൊല്ല് കുടിക്കാനുള്ള സോഡ മറ്റേ കാശൊക്കെ റെഡിയാക്കിയോ നീ പോയി റെഡിയാക്കണം. പ്രിയമുള്ളവരെ ആരും തന്നെ പോകരുത്, ഉടൻ തന്നെ കഥ ആരംഭിക്കുന്നതാണ്. പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയങ്കരനായ കാതികൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതാ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇഷ്ടം ആൾക്കാർ കൂയി 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 തൊണ്ട പൊട്ടി. വെച്ചിരിക്കാതെ കഥ പറ. എന്റെ പേര് കേറിയിലായപ്പൻ. വെറും ലായപ്പനല്ല, കേറിയിലായപ്പൻ. ആരെടുത്ത് വിളിച്ചു നോട്ടീസിൽ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. അതൊന്നും പറയണ്ട, കഥ പറ. എന്റെ കഥ പേര് ആട്ട്. കല്ലെടുത്ത് വീച്ചരുതേ നാട്ടാരെ, നാട്ടാരെ. അയ്യോ കല്ലെടുത്ത് വീച്ചരുതേ നാട്ടാരെ. അപ്പക്കിളവൻ അപ്പക്കിളവൻ കമുകിഞ്ഞിറവഴി ഓടുമേ ഞാൻ ചാടുമേ. ഒറ്റ കുറിപ്പിന് വേദികളൊക്കെ ചാടുമേ. പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ. പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ. കഥകളി പല വഴി കുമളിക്കില്ലതു വരെ സകലത്തും പറയുന്ന സൂര്യന് നെയ്യുമേ. കാര്യം പറയില്ല, അവര് മറന്നിരിക്കുന്ന സംഭവം. കഥ പറ. എന്റെ കഥ പുതിയ കഥ. കാപ്പിയോ? ഞാൻ കാപ്പി എന്ന് പറഞ്ഞ കഥാപ്രസംഗമല്ല ബുക്ക് ചെയ്ത്, വേറൊരു കഥാപ്രസംഗമല്ലേ. എന്റെ പൊന്നു ചേട്ടാ, ഈ കടക്കിടക്ക് ഞാൻ കോഴി കഴിക്കാൻ വേണ്ടി കാപ്പി തരണമെന്നാ പറഞ്ഞത്. കാപ്പി എന്തി? കാപ്പി എന്തിയോ? ഫ്ലാസ്ക് കാണുന്നില്ല. എടാ ഫ്ലാസ്ക് കഴിഞ്ഞ കഥ കഴിഞ്ഞപ്പോ നീ എടുത്തോണ്ട് വന്നില്ലേ? ഞാൻ എടുത്തിട്ടില്ല. എടുത്തത് ഞാനല്ല. എന്റെ ദൈവമേ, ആ ഫ്ലാസ്ക് കാണുന്നില്ലെന്ന്. എന്താ
ഫ്ലാസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നാണോ കഥാപ്രസംഗം പറയാൻ വേണ്ടി വന്നാ? എന്റെ നാട്ടുകാർ അവരങ്ങനെ പോവും, അങ്ങനെ അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ചേട്ടന്റെ നാടാണ് എന്റെ നാട് കോട്ടയം ടൗണിൽ നിന്ന് 3 മൈൽ നടന്ന് നാട്ടകം കുന്നിൻ പുറം കാണാം. നമുക്ക് നാട്ടകം കുന്നിൻ പുറം കാണാം. അത്രയ്ക്ക് നയന മനോഹരമായ ഗ്രാമമാണ് എന്റെ ഗ്രാമം. ഇതിനൊക്കെ വലിയ ഗ്രാമമാണ് ഞങ്ങളുടെ ഗ്രാമം. എന്തോ ഞങ്ങളുടെ വീടിന്റെ പുറകെ കൂടിയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഒക്കെ ഒഴുകണത്. എന്തോന്ന്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ ഒഴുകണത്. അത്രയല്ലേ ഉള്ളൂ. എടാ കുഞ്ഞെ നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഇവൻ വന്നിട്ടില്ലെന്ന്. എടാ എന്റെ വീടിന്റെ അകത്തുകൂടെയാണ് സരള, രമണി, ശാന്ത ഇവരൊക്കെ കിടന്ന് നിരങ്ങുന്നത്. അവരൊക്കെ കിടന്ന് കൂട്ടെ കട്ടയിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. സ്പോർട്സുമായിട്ട് ബന്ധമുണ്ടോ? സ്പോർട്സുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ? എടാ കുഞ്ഞെ സ്പോർട്സുമായിട്ടല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം. അങ്ങനെയാണെങ്കിൽ ചേട്ടന് ഏതൊക്കെ സ്പോർട്സിലാണ് അമിതമായ ബന്ധമുള്ളത്? ഓട്ടം തുള്ളൽ. ഓട്ടം തുള്ളൽ സ്പോർട്ടല്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഈ ഓട്ടം എന്തുവാ? ഓട്ടം സ്പോർട്ട്. തുള്ളൽ എന്തുവാ? സ്പോർട്ട്. അപ്പൊ ഓട്ടം തുള്ളൽ സ്പോർട്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചേട്ടനോട് ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നമ്മുടെ പി ടി ഉഷ ഉണ്ട്. പി ടി ഉഷ ഏത് സ്പോർട്സുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഓട്ടം തുള്ളൽ, അതകളി, ചാക്കിലോട്ടം, എന്റെ പൊന്നു ചേട്ടാ, പി ടി ഉഷ സ്പൂണിൽ നിറങ്ങയോ ചാക്കി കേട്ടോ വാടപ്പണ്ടി കേട്ടോ. ഞാൻ ഒരു കുളു തരാം. അതായത് ചേട്ടനും ചേട്ടന്റെ മറ്റേ ഓർക്കസ്ട്ര ടീമും കൂടി ഒരു സ്ഥലത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചീട്ട് കളിക്കും. ഞങ്ങളും ഓർക്കസ്ട്ര ടീമും കൂടി ഒരു സ്ഥലത്ത് ചീട്ട് കളിക്കും. ഈ ചീട്ട് കളിക്കുന്ന സമയത്ത് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നു. പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നു. അപ്പോൾ ചേട്ടനും ചേട്ടന്റെ കൂട്ടുകാരും എന്ത് ചെയ്യും? ഞങ്ങളോട് ഓടും. ഓടും. അപ്പോൾ പി ടി ഉഷയുടെ സ്പോർട്സ് എന്താണ്? ചീട്ട് കളി. അതായത് ഇഷ്ടംപോലെ അമ്പലപ്പറമ്പിൽ പ്രോഗ്രാമിന് പോകുന്ന ആളല്ലേ ഇവിടെ കേരളം മുഴുവൻ ഞാൻ കഥ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മള് ഈ ആറാട്ടിലൊക്കെ ആനനെ ഇങ്ങനെ തിടമ്പൊക്കെ വെച്ചിങ്ങനെ എഴുന്നള്ളിച്ചിരിക്കുന്ന സമയത്ത് ചില ആനകളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ധാരധാരയായി ഒഴുകുന്ന കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. തിടമ്പേറ്റ് നിൽക്കുന്ന ആനയുടെ കണ്ണിൽ കൂടി കണ്ണീർ ധാരധാരയായി ഒഴുകുന്നത് കാണുന്നതല്ലേ? അതെന്തുകൊണ്ടാണ് അതുങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വരുന്നത്? എടാ കുഞ്ഞെ, ഒരു സത്യം ഞാൻ പറയാം, നീ ഇങ്ങോട്ട് കേട്ടോ. ഈ ഉത്സവപ്പറമ്പിൽ തരുണീമണികളായ സുന്ദരികളായ വെളുത്ത സുന്ദരികളായ ഒത്തിരി പേര് വന്ന് നിൽക്കും, ഒത്തിരി ചെറുപ്പക്കാരൻ വന്നു. ഈ കൂട്ടത്തിൽ ഞാൻ മാത്രം കരുത്തിരുണ്ട് ഈ ഒരു രൂപമായി പോയല്ലോ എന്നുള്ള മനപ്രയാസം കാരണം ആന കരയുന്നതാ കുഞ്ഞേ. ശരിയല്ലേ? അതിന് കരഞ്ഞു 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 ഉപ്പാടായി പോയി കാണുമല്ലോ. ആൾക്കാർ പോവാണ്. കഥ തുടങ്ങി, കഥ തുടങ്ങി. എന്റെ കുഞ്ഞെ കഥ തുടങ്ങാം. പക്ഷെ എന്റെ ഫ്ലാസ്ക് കാണുന്നില്ലെന്ന്. ഫ്ലാസ്ക് എവിടെ? ഫ്ലാസ്ക് ഞാൻ എടുത്തിട്ടില്ല. കഴിഞ്ഞ കഥ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞാണ് ഫ്ലാസ്ക് എടുക്കണമെന്ന്. ഞാൻ എടുത്തിട്ടില്ല. പോയത് പോട്ടെ, കഥ തുടങ്ങി. കഥ തുടങ്ങാൻ പോയി ഫ്ലാസ്ക് എടുത്തോണ്ട് പോണം. എവിടെ ഫ്ലാസ്ക് എടുക്കാൻ? ഹലോ, ഇത് വഴിതെറ്റി കയറിയതാണ്. ഇത് കഥാപ്രസംഗം നടക്കുന്ന സ്റ്റേജാണ്. ഞാൻ വഴിതെറ്റി കയറിയതൊന്നുമല്ല. പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നതാണ്. ഒരു കാര്യം പറഞ്ഞു വിടണ്ട. എന്റെ കൂടെ പാടാൻ ആളില്ലായിരിക്കും. ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പാടത്തൊക്കെ കൊള്ളാം, നല്ല അടിപൊളി പാട്ട് പാടണം. ചിക്ക് പൊക്ക് റൈഡ് എന്നുള്ള പാട്ട് പാട്. അല്ലേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെയുള്ള പാട്ടാണ് പാടുന്നത്? നല്ല എന്റെ കാൽപ്പിലെന്നൊക്കെ തുടങ്ങുന്ന പുതിയ അടിപൊളി പാട്ട് പാട്. സദാന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ മാർദ്ദിച്ചു അല്ലേ? സദാന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ വീണ്ടും മാർദ്ദിച്ചു അല്ലേ? നിങ്ങൾ സ്വർഗരാഗം പ്രാപിക്കുകയില്ല, നിങ്ങൾക്ക് നരകമേ ലഭിക്കുള്ളൂ. ഞാൻ ഇപ്പൊ ആ കാണിച്ച മോശമായി എന്തായാലും പുള്ളി ഉപദേശിച്ചില്ലേ? പുള്ളി സ്റ്റേജിൽ അറിവില്ലായ്മ എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞ് തല്ലണത് മോശമായി. അപ്പൊ താൻ തല്ലിയതോ? ഞാൻ തല്ലില്ലല്ലോ, ചവിട്ടിയല്ലോ. സദാന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്വർഗരാഗം പ്രാപിക്കുകയില്ല, നിങ്ങൾക്ക് നരകമേ ലഭ്യമുള്ളൂ. മദ്യപാനികളെ നിങ്ങൾ മദ്യത്തിനും മതിരാശിക്കും അടിമപ്പെട്ടിരിക്കുന്നു. മദ്യത്തിനും മതിരാശിക്കും അടിമപ്പെട്ടിരിക്കുന്നു. ഈ മദ്യത്തിന് അടിമപ്പെട്ടു എന്ന് പറഞ്ഞ് മനസ്സിലായി. ഈ മദിരാശിക്ക് അടിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിന്റെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിന്റെ പേരല്ല. സമൂഹത്തിൽ മോശപ്പെട്ട് വൃത്തികെട്ട് ജീവിക്കുന്ന സ്ത്രീകളെയാണ് മദിരാശി എന്ന് പറയുന്നത്. എന്തോന്ന്? സമൂഹത്തിൽ വൃത്തികേടായി മോശപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെയാണ് മദിരാശി എന്ന് പറയുന്നത്. എന്തിനാണ് ഉപദേശിക്ക് ഉമ്മ കൊടുത്തത്? എന്റെ ദൈവമേ, ഈ മദിരാശിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ ഫ്ലാസ്ക് വെച്ച സ്ഥലം ഞാൻ ഓർത്തത്. എവിടെയാണ്? മീൻകാരി അമ്മയുടെ വീട്ടിൽ.
അകലെ അകലെ നീലാകാശം അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം അകലെ പാടിവരും നദിയും കുളിരും പാരിജാത മലരും മണവും പാടിവരും നദിയും കുളിരും പാരിജാത മലരും മണവും അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം അകലെ നിത്യസുന്ദര നിർവൃതിയായി നീ നിൽക്കുകയാണെന്നാത്മാവിൽ നിത്യസുന്ദര നിർവൃതിയായി നീ നിൽക്കുകയാണെന്നാത്മാവിൽ അകലെ അകലെ
അകലേ അകലേ പമകരി തങ്കത്തുങ്കത്തതിങ്കിണ ദിംകൃതധിമികിടമേളം തകതം ധരി സരിഗമ തക്കടത്തിങ്കിണ ദിംദിമി താളം കൃതതാളം സംകൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ ദിംകൃതധിമികിടമേളം തകതം ധരി സരിഗമ തക്കടത്തിങ്കിണ ദിംദിമി താളം കൃതതാളം ോടെ തിരു സ്വർഗനകർക്കേ കഞ്ചത്തെ സ്വന്തിര ഊരിനെ സചിത്രമൊത്തൊരു കഞ്ചത്തെ പിൻകതിരോനോ പിൻ പഴങ്കതിരോനിൻ മൊഞ്ചത്തെ പിൻഡ്യൂടിൽ മൂടി വര സംഗതി കൊണ്ട് കഞ്ചത്തെ ഒന്നൊന്നേ മൂടി വണ്ടറ കൊത്ത കറുപ്പ വെരുപ്പം മിന്നുന്നേ മൂടഞ്ഞിട്ട കുലിട്ടത് കെട്ടഴിച്ചിട്ടൽ പിന്നുന്നേ ആണാൽ പേടുൾ മടം പാടി വരെ സുത്ത കാമാനിൽ വളവത്ത വികാനോ സ്ഥലം വട്ടത്തലുപതർ മട്ടത്തിരുമുഖ തകതകജം തങ്കത്താതിങ്കീണ കൃതികീട സംഭരിതം കില്ലത്താകധീമി താളം കൃത ചുണ്ടുപ്രദം സ്വർഗത്താലമിലെ പല ധൂനി കാളിതീരി കൂളലികൾ സംകൃത പമകരി തങ്കത്തുങ്കത്തിങ്കിണ ധീമി കീടമേളം തകതം ധരി സരിഗമ തകൃതത്തിങ്കിണ ധിമി താളം കൃത താളം ചെമ്പകമലർധൂടി ചെത്തിപ്പിടിയോ കാവിൽ തടപ്പിമ്പമുള്ള അതിശയവാക്കും ഇരുചെന്തലിൽ മികവർണ്ണപ്പെട്ട് വട്ടം കുറമക്കണ്ണ പൊങ്കിച്ചരിച്ച വിട്ടും നോക്കും പൊൻപവിടമേ ചുണ്ടും പണിവത്താവിധം വല്ലും അമ്പൂടെ കാണവർണ്ണ മൂക്കും മനം പൊങ്ങിടും ഇണവലി ഉങ്കര ശങ്കും നാണിക്കുന്ന സംകൃത ധ്വനി രസവാക്കും കഴുത്തും കരണപ്പെണ്ണിതൊടുത്തിട്ട് എമ്പിടും മഹർ ബീവി കരുമച്ചപ്പതവുത്തിട്ട് സമ്പ്രദായമോ കുഞ്ഞിക്കിണ്ണമ വെട്ടം ചുറ്റിട്ട് സാരസ കന്നി ഉറമാം പഴമോ മുലയും മുത്തിട്ടേ ചപ്പാലേ പാളും കക്കുടമോ ജനിയാതുളയാതെ നിപ്പാലേ താരമെപ്പണ വെപ്പിടി കപ്പില കപ്പിടി തോൽപ്പാലേ കോതി ആലേ കാമാനീള ഈടും സുത്ത വാളുത്ത മസുവത്ത പാത്രമോ വൈകർ മട്ടത്തരകത കടകജം തങ്കത്താതിങ്കീണ കൃതികീട സംഭരിതം കില്ലത്താകധീമി താളം കൃത ചുണ്ടുപ്രദം സ്വർഗത്താലമിലെ പല ധൂനി കാളിതീരി കൂളലികൾ സംകൃത പമകരി തങ്കത്തുങ്കത്താതിങ്കിണ ധീമി കീടമേളം തകതം ധരി സരിഗമ തക്കടത്തിങ്കിണ ധിമി താളം കൃത താളം സംകൃത പമകരി തങ്കത്തുങ്കത്താതിങ്കിണ ധിമി കീടമേളം തകതം ധരി സരിഗമ തക്കടത്തിങ്കിണ
കിങ്കിണ ദിംദിമി താളം ഹൃദതാളം സംകൃത പമകരി തങ്കത്തുങ്ക തതികിണതിം ഹൃദതിമികിടമേളം സകലം ധരി സരിഗമ തകൃത കിങ്കിണ ദിംദിമി താളം ഹൃദതാളം